ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ജേണൽ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ കുറേ നാളായി നമ്മളൊരു ജേണൽ കിറ്റ് മേടിക്കണമെന്ന് ഓർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം നമ്മൾ ഓർഡർ ചെയ്തതിന് 337 രൂപയായിട്ട് നമ്മളായിട്ടുള്ളത്. നമുക്ക് ഓഫർ സമയത്തൊക്കെ മേടിക്കുകയാണെങ്കിൽ റേറ്റിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു വിൻറ്റേജ് ലുക്കുള്ളൊരു ജേണൽ കിറ്റാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജേണൽ കിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ ഇത്ര ഐറ്റംസാണ് നമുക്കുള്ളത്. ഏകദേശം ഒരു 300 സംതിങ് ഐറ്റംസ് ഈ ഒരു ജേണൽ കിറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ജേണൽ കിറ്റിനെ സ്ക്രാപ്പ് ബുക്ക് എന്നും പറയാറുണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ ക്രിയേറ്റീവായിട്ട് നമുക്കിപ്പോൾ ജേണൽസൊക്കെ എഴുതാൻ, നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ നമ്മൾ പണ്ട് ഡയറീസ് ഒക്കെ എഴുതൂലേ, അതേപോലെയാണ് നമ്മൾ ഈ ഒരു കിറ്റ് യൂസ് ചെയ്യണത്. അതേപോലെ തന്നെ ഡയറി എഴുതുന്നതിന് പകരം കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ഒരു ജേണൽ കിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ ആൽബം ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രീറ്റിംഗ് കാർഡായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനൊക്കെ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കിറ്റ് വെച്ച് നമ്മൾ യൂസ് ചെയ്യണത്. ഇത് നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം കൂടിയായിട്ട് ഈ ഒരു ജേണൽ കിറ്റ്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്കൊരു ഡയറിയാണ് കിട്ടിയിരിക്കുന്നത്. നോട്ട്ബുക്കൊക്കെ പോലെ ഒരു ഏകദേശം ഒരു 250 പേജൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബുക്കാണുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതണമെങ്കിൽ എഴുതാം, നമുക്ക് ഡയറി എഴുതണമെങ്കിൽ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റുകളുണ്ട്. ഈ ഷീറ്റൊക്കെ ഓരോ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമുക്ക് ആ പേജൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ജേണൽസൊക്കെ എഴുതാനായിട്ടൊക്കെ കാണും. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടെ കളർഫുൾ ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്ന കിറ്റിൽ മെയിനായിട്ടും പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും ആണ് ഉള്ളത്. അതായത് നമുക്ക് വേരിയൻസ് ടൈപ്പുള്ള ഡിസൈൻസും ഉണ്ട്. അതുപോലെ മെയിനായിട്ട് ഇതിനകത്ത് ഉള്ളത് ക്ലൗഡിൻ്റെ, ഫ്ലവറിൻ്റെ, സൺസെറ്റിൻ്റെ, ഡെസേർട്ടിൻ്റെയൊക്കെ ഒരു സ്കൈയുടെയൊക്കെ ടൈപ്പുള്ള സ്റ്റിക്കേഴ്സും ആ ഒരു കളർ കോമ്പിനേഷനുമാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജേണലിൽ നമുക്ക് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഒരു കിറ്റ് മേടിച്ചിട്ടുള്ളത്. എടുത്തത് ബുക്ക് മാർക്ക് അല്ലേ? വലിയ ബുക്ക് മാർക്കൊന്നും ഇത് വേറെ ഒട്ടിച്ച് വെക്കണ സംഭവങ്ങളാണ്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ജേണൽ കിറ്റൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ജേണൽ കിറ്റൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു കിറ്റ് മേടിക്കണമെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.